Dear students, welcome to Learner's World. In this video, I'm going to talk about solved textual questions and activities. Unit 1, Hours and Years, Half a Day by Naguib Mahfouz, 9th Standard, New Textbook, English, Kerala Syllabus. My delight in my new clothes, however, was mixed. Why does the child have mixed feelings about his new clothes? അപ്പോൾ നമ്മുടെ 9th സ്റ്റാൻഡേർഡിലെ പുതിയ പാഠപുസ്തകത്തിലെ ആദ്യത്തെ യൂണിറ്റാണ്, ഇംഗ്ലീഷിൽ ആദ്യത്തെ യൂണിറ്റാണ് ഹവേഴ്സ് ആൻഡ് ഇയേഴ്സ് എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ നമുക്ക് പഠിക്കാനുള്ള ഷോർട്ട് സ്റ്റോറിയാണ് ഹാഫ് എ ഡേ ബൈ നഗീബ് മഹ്ഫൂസ്. അപ്പോൾ അതിൽ നിന്നുള്ള ടെക്സ്റ്റ്വൽ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. മൈ ഡിലൈറ്റ് ഇൻ മൈ ന്യൂ ക്ലോത്ത്സ് ഹവെവർ വാസ് മിക്സഡ്. അതായത് എൻ്റെ ആ ഒരു ന്യൂ ക്ലോത്ത്സിൽ, എൻ്റെ ആ പുതിയ വസ്ത്രത്തിൽ എനിക്ക് സന്തോഷമുണ്ട്, പക്ഷേ അത് മിക്സഡ് ഫീലിംഗ് ആണെന്ന് പറയുന്നുണ്ട്. വൈ ഡസ് ദ ചൈൽഡ് ഹാവ് മിക്സഡ് ഫീലിങ്സ് അബൌട്ട് ഹിസ് ന്യൂ ക്ലോത്ത്സ്? എന്തുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ ഒരു മിക്സഡ് ഫീലിങ്സിനെ പറ്റി പറയാനുള്ള കാരണം? അവൻ്റെ ആ ഒരു പുതിയ ആ ഒരു വസ്ത്രം അവന് സന്തോഷം നൽകുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഒരു സാഡ്നെസ്, ഒരു മിക്സഡ് ഫീലിങ്ങും കൂടെ നൽകുന്നുണ്ടെന്ന് പറയാനുള്ള കാരണം എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. The child have a mixed feeling because that day was the first day at school, no first day. അതായത് ഈ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അവന് പുതിയ ക്ലോത്ത്സ് ധരിക്കുക എന്ന് പറയുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ അവനൊരു മിക്സഡ് ഫീലിംഗ് ആണ് ഉണ്ടായത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഡേ എന്ന് പറയുന്നത് ഒരു ഫെസ്റ്റ് ഡേ അല്ലായിരുന്നു. അതായത് ഒരു ഉത്സവമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിരുന്നിന് പോകാനോ ഉള്ളൊരു പുതിയ വസ്ത്രമായിരുന്നില്ല. അവൻ്റെ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂളായിരുന്നു, സ്കൂളിലേക്ക് പോകുന്ന ആദ്യ ദിനമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവനൊരു മിക്സഡ് ഫീലിംഗ് ഉണ്ടായത്. ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ടു ഗോ ടു സ്കൂൾ, സോ ഈ സാഡ് ആൻഡ് ഹാപ്പി ഫോർ വെയറിങ് ന്യൂ ക്ലോത്ത്സ്. അവന് സ്കൂളിലേക്ക് പോകാൻ അത്ര ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ആ ഒരു മിക്സഡ് ഫീലിംഗ്. ഒരേ സമയം അവന് സാഡ്നെസ്സും ഹാപ്പിയും ഒക്കെ തോന്നിയത് ആ ഒരു വെയറിങ് ന്യൂ ക്ലോത്ത്സ്. നെക്സ്റ്റ്, വാട്ട് ഹെൽപ്പ് ഡസ് ദ ബോയ് എക്സ്പെക്ട് ഫ്രം ഹിസ് മദർ? അമ്മയിൽ നിന്ന് ആ കുട്ടി എന്ത് സഹായമാണ് പ്രതീക്ഷിച്ചത്? ദ ബോയ് എക്സ്പെക്റ്റ് എ റിട്ടേൺ കോൾ ഫ്രം ഹിസ് മദർ. അമ്മ തിരിച്ചു വിളിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഹിസ് മദർ ആൻഡ് ഹോം ആർ മോസ്റ്റ് ഇൻറ്റിമേറ്റ് തിങ്സ്, സോ ഹി നീഡ് ടു ഗോ ബാക്ക് ടു നിയർ ഹിസ് മദർ. അമ്മയും ആ ഒരു വീടും വളരെയധികം അടുത്ത് നിൽക്കുന്ന രണ്ട് കാര്യങ്ങളാണ് കുട്ടീനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ അവന് സ്കൂളിലേക്ക് പോകാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല, അമ്മയുടെ കൂടെ നിൽക്കാനായിരുന്നു ഇഷ്ടം. ഹൗ ഡസ് ദ ഓതർ ഡിസ്ക്രൈബ് ദ സൈറ്റ്സ് ഓൺ ദ വേ ടു സ്കൂൾ? എങ്ങനെയാണ് ഓതർ ഡിസ്ക്രൈബ് ചെയ്തത് സ്കൂളിലേക്ക് പോകുന്ന കാഴ്ചകൾ? എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു കഥാകൃത്ത് എങ്ങനെയാണ് വിവരിച്ചിട്ടുള്ളത്? എ സ്ട്രീറ്റ് ലൈൻ വിത്ത് ഗാർഡൻസ് ഓൺ ബോത്ത് സൈഡ്സ് ഫോർ എക്സ്റ്റൻസീവ് ഫീൽഡ് പ്ലാന്റഡ് വിത്ത് crops, prickly pears, henna trees and a few date palms. അപ്പോൾ ആ ഒരു സ്ട്രീറ്റ് എന്ന് പറയുന്നത് രണ്ട് ഭാഗത്തും ഗാർഡൻസ് ഉണ്ട്, അതുപോലെ വിശാലമായിട്ടുള്ള വയലുകളുണ്ട്. അവിടെ ഒരുപാട് കൃഷി ചെയ്തിട്ടുണ്ട്, പിയേഴ്സ്, അതുപോലെ ഹെന്ന ട്രീസ്, ഡേറ്റ് പാംസ്, ഇതൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, school is not a punishment, it's a factory that makes useful people out of children. Do you agree with this statement? Give reasons. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. സ്കൂൾ എന്ന് പറയുന്നത് ഒരു ശിക്ഷ നൽകുന്ന ഒന്നല്ല. ഇറ്റ്സ് ദ ഫാക്ടറി, അതായത് നല്ല കുട്ടികളെ സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന രീതിയിൽ വാർത്തെടുക്കുന്ന ഒരു ഫാക്ടറിയാണ്. ഇതാണ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഡു അഗ്രി വിത്ത് ദി സ്റ്റേറ്റ്മെൻറ്റ്? നിങ്ങൾ ഈ ഒരു പ്രസ്താവനയിൽ നിങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ടോ? നിങ്ങൾ അതിനെ അംഗീകരിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഗിവ് റീസൺസ്, അതിൻ്റെ കാരണം എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. യെസ്, ഐ അഗ്രീഡ്.
അതായത് ഞാനിതിനെ അനുകൂലിക്കുന്നുണ്ട്. സ്കൂൾ എന്ന് പറയുന്നത് ഒരു ശിക്ഷ നൽകുന്ന അല്ലെങ്കിൽ പണിഷ്മെൻ്റ് അല്ല, അത് ഒരുപാട് നല്ല കുട്ടികളെ സമൂഹത്തിലേക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ വാർത്തെടുക്കുന്ന ഒരു ഫാക്ടറിയാണ്. സ്കൂൾ ഇസ് അനദർ ഹോം ഫോർ ദ ചൈൽഡ്. ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വീടാണ് സ്കൂൾ എന്ന് പറയുന്നത്. ദിസ് ഹോം പ്രൊവൈഡ്സ് എവറിത്തിങ് ദാറ്റ് ഈസ് എൻജോയബിൾ ആൻഡ് ബെനിഫിഷ്യൽ ടു നോളജ് ആൻഡ് ലൈഫ്. അതായത് ഈ ഒരു ഹോം, സ്കൂൾ എന്ന് പറയുന്ന ഈ ഒരു ഹോം കുട്ടിക്ക് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എൻജോയബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടിക്ക് ജീവിതത്തിൽ ഉപകാരപ്രദമാകുന്ന തരത്തിലുള്ള നോളജ്, നല്ലൊരു കുട്ടിയായിട്ട് സമൂഹം വാർത്തെടുക്കുന്ന തരത്തിലാണ് സ്കൂൾ എന്ന് പറഞ്ഞ ആ ഒരു ഹോമിൻ്റെ ആക്ടിവിറ്റീസ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ഡസ് ദ സ്കൂൾ അപ്പിയർ ടു ദ ബോയ് ഫ്രം എ ഡിസ്റ്റൻസ്. ഒരുപാട് ദൂരത്ത് നിന്ന് കുട്ടിക്ക് സ്കൂള് എങ്ങനെയായിട്ടാണ് കുട്ടിക്ക് തോന്നിയിട്ടുള്ളത്. ദ സ്കൂൾ ലുക്ക് ലൈക്ക് എ ഹ്യൂജ് ഹൈ വാൾ ഫോർട്രസ് സ്റ്റേൺ ആൻഡ് ദ ഗ്രിം. അതായത് ഒരുപാട് ദൂരത്ത് നിന്ന് നോക്കുമ്പോൾ സ്കൂള് ഒരുപാട് വലിയ ചുമരുകളൊക്കെ ഉള്ള ഒരു ഫോർട്രസ് മീൻസ് ഒരു കോട്ട പോലെയാണ് കുട്ടിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. വാട്ട് ഹാപ്പൻസ് വെൻ ദ നരേറ്റർ റീച്ചസ് ദ സ്കൂൾ. ആ ഒരു നരേറ്റർ സ്കൂളിലെത്തിയപ്പോൾ എന്താണ് സംഭവിച്ചത്? വെൻ ദ നരേറ്റർ റീച്ച്ഡ് ദ സ്കൂൾ ഹി കുഡ് സീ ദ കോർട്ട്യാർഡ് വാസ്റ്റ് ആൻഡ് ക്രാമർ ഫുൾ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്. നരേറ്റർ സ്കൂളിൻ്റെ ഗേറ്റ് കടന്ന സമയത്ത് അവന് കാണാൻ കഴിഞ്ഞത് ഒരു കോർട്ട്യാർഡാണ്, ഒരു നടുമുറ്റം. അത് വളരെ വിശാലമായതായിരുന്നു, പക്ഷെ അത് ക്രാമഡാണ്. അതായത് ബോയ്സും ഗേൾസും ഒക്കെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു കോർട്ട്യാർഡാണ് കണ്ടത്. വാട്ട് ഈസ് ദി ഇഫക്റ്റ് ഓഫ് ദ വുമൻസ് വേർഡ്സ് ഓൺ ദ ന്യൂ കമേഴ്സിനോട് ആ ഒരു സ്ത്രീയുടെ വാക്കുകൾ, ആ സ്കൂളിലെ അതോറിറ്റി ആയിട്ടുള്ള ആ സ്ത്രീയുടെ വാക്കുകൾ എന്ത് ഇഫക്റ്റാണ് ഉണ്ടാക്കിയത്? വുമൻസ് വേർഡ്സ് ബിക്കം എ സ്ട്രെസ് റിലീഫ് ടു ചിൽഡ്രൻ. അതായത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ സ്വന്തം വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്, അമ്മയിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. അപ്പോൾ അവർ ഒരു ലോൺലിനെസ് ഫീൽ ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ഈ വുമണിൻ്റെ വേർഡ്സ് അവർക്കൊരു സ്ട്രെസ് റിലീഫാണ് കൊണ്ടുവരുന്നത്. നെക്സ്റ്റ്, how does the narrator's perception of school change when he begins to interact with other children? എങ്ങനെയാണ് നരേറ്ററുടെ പെർസെപ്ഷൻ? വാട്ട് ഇസ് മീനിങ് ഓഫ് പെർസെപ്ഷൻ? അതായത് ചിന്താഗതി എങ്ങനെയാണ് മാറിയത്? അവന് മറ്റുള്ള കുട്ടികളുമായിട്ട് ഇൻറ്ററാക്റ്റ് മീൻസ് ആശയവിനിമയം നടത്തുന്ന സമയത്ത് മറ്റുള്ള കുട്ടികളുമായിട്ട് നരേറ്റർ ആശയവിനിമയം നടത്തിയതിന് ശേഷം നരേറ്ററുടെ സ്കൂളിനെ കുറിച്ചിട്ടുള്ള ആ ഒരു ചിന്താഗതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. അതെങ്ങനെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. The narrator's perception of school was changed. He considered school as a place for punishment. He realized that father submitted him to the school. The submission brought a lot of contentment. അപ്പോൾ നരേറ്ററുടെ ഒരു സ്കൂളിലേക്ക് വരുന്നതിന് മുമ്പ് നരേറ്ററുടെ സ്കൂളിനെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഒരു പണിഷ്മെൻറ്റ് നൽകുന്ന, ഒരു ശിക്ഷ നൽകുന്ന ഒരു സംഭവം എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു. പക്ഷേ പിന്നീട് അവൻ അവിടെയുള്ള ആളുകളുമായിട്ട്, അവിടെയുള്ള സ്റ്റാഫുമായിട്ട്, കുട്ടികളുമായിട്ടൊക്കെ അവൻ ഇൻറ്ററാക്ട് ചെയ്യുന്നത് ശേഷം അവൻ്റെ ഈ ഒരു ഡൗട്ട് ക്ലിയർ ആകുന്നുണ്ട്. അവനൊരു സംതൃപ്തി, എ ലോട്ട് ഓഫ് കണ്ടൻമെൻറ്റ് മീൻസ് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. ഹി മെയ്ഡ് ഫ്രണ്ട്സ് വിത്ത് ബോയ്സ് ആൻഡ് ലവ് വിത്ത് ഗേൾസ്. നൗ ഹി അണ്ടർസ്റ്റാൻഡ് ഹിസ് തോട്ട്സ് ഹാഡ് നോ ബേസിസ്. അവന് കുട്ടികളുമായിട്ട് മിങ്കിൾ ചെയ്ത് അവൻ്റെ ഫ്രണ്ട്സ് സ്വീറ്റ് ഹാർട്ട് ഇവരൊക്കെയുമായിട്ട് മിങ്കിൾ ചെയ്യുന്നതിലൂടെ അവന് മനസ്സിലാക്കുന്നുണ്ട് സ്കൂൾ എന്ന് പറഞ്ഞാൽ അവൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു പെർസെപ്ഷൻ ചേഞ്ച് ആകുന്നുണ്ട് എന്നുള്ളത്. Next, I had never imagined school would have this rich variety. What does the speaker mean by rich variety? ഇത് സ്പീക്കർ പറയുന്ന വാക്കുകളാണ്. ഞാൻ ഒരിക്കലും സ്കൂളിനെ ഇങ്ങനെ റിച്ച് വെറൈറ്റി ആയിട്ട് പലതരത്തിലുള്ള കാര്യങ്ങൾ സ്കൂളിൽ ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും ഇമാജിൻ ചെയ്തിട്ടില്ല, സങ്കല്പിച്ചിട്ടില്ല എന്നുള്ളതാണ് സ്റ്റേറ്റ്മെൻറ്റ്. വാട്ട് ഡസ് ദ സ്പീക്കർ മീൻ ബൈ റിച്ച് വെറൈറ്റി? ഇതിൽ റിച്ച് വെറൈറ്റി എന്നുള്ളതിനെ കൊണ്ട് സ്പീക്കർ എന്താണ് ഉദ്ദേശിക്കുന്നത്?
The narrator considers school as a place for punishment, but he realized later school would have a richer variety. ആദ്യം നരേറ്റർ സ്കൂള് ഒരു പ്ലേസ് ഓഫ് പണിഷ്മെൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. സ്കൂൾ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഒരു ശിക്ഷയായിട്ടായിരുന്നു കൺസിഡർ ചെയ്തിരുന്നത്. പിന്നീട് നരേറ്റർ റിയലൈസ് ചെയ്യുന്നുണ്ട് സ്കൂളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, റിച്ച് വെറൈറ്റി ഉണ്ടെന്നും മനസ്സിലാക്കുന്നുണ്ട്. ഈ ഫൗണ്ട് ആൻ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് വിത്ത് സ്കൂൾ അതോറിറ്റീസ് ആൻഡ് ഗോട്ട് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് സ്വീറ്റ് ഹാർട്ട്. അവന് സ്കൂളിലേക്ക് വന്നതിന് ശേഷം അവന് ഒരുപാട് ബോയ്സുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ അവന് ഒരുപാട് സ്വീറ്റ് ഹാർട്ട് ഒക്കെ അവരുമായിട്ട് റിലേഷൻ കീപ്പ് ചെയ്യാൻ തുടങ്ങി. അവിടുത്തെ അതോറിറ്റീസുമായിട്ടൊരു ഇൻഡിപെൻഡൻറ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. ദേ പ്ലേഡ് ഓൾ സോർട്സ് ഓഫ് ഗെയിംസ് ലൈക്ക് സ്വിങ്സ്, ദ വോൾട്ടിംഗ് ഹോഴ്സ്, ബോൾ ഗെയിംസ് എക്സെട്ര. അതുപോലെ അവന് സ്കൂളിൽ അവർ ഒരുപാട് ഗെയിംസൊക്കെ കളിക്കും. ഇൻ ദ മ്യൂസിക് റൂം ദേ ചേഞ്ച് ഫസ്റ്റ് സോങ്. അതുപോലെ മ്യൂസിക് റൂമിൽ അവർ ആദ്യത്തെ അവരുടെ ആ ഒരു സോങ് ചാൻറ്റഡ് മീൻസ് പാടി. ദേ ഓൾസോ ഹാഡ് ദ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു ലാംഗ്വേജ്. അതുപോലെ അവനക്ക് സ്കൂളിൽ നിന്നാണ് ആദ്യമായിട്ട് ഭാഷയിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. ദേ സോ എ ഗ്ലോബ് ഓഫ് ദ എർത്ത്. അതുപോലെ ഭൂമിയുടെ ആ ഒരു ഗ്ലോബ് അവർ കണ്ടു. അതിനെക്കുറിച്ചിട്ട് പഠിക്കാൻ തുടങ്ങി. ഡിഫറെൻറ്റ് കൺട്രീസിനെ കുറിച്ചിട്ട് പഠിക്കാൻ തുടങ്ങി. ദ സ്റ്റാർട്ടഡ് ലേണിംഗ് നമ്പേഴ്സ്. അവർ നമ്പേഴ്സ് പഠിക്കാൻ തുടങ്ങി. ദ ഈ ഡെലീഷ്യസ് ഫുഡ്, ടുക്ക് എ ലിറ്റിൽ നാപ്പ്, എക്സ്ട്രാ വർ ന്യൂ എക്സ്പീരിയൻസസ് ഫോർ ഹിം ആൻഡ് ഹാഡ് വെറൈറ്റീസ് ഫ്രം സ്കൂൾ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവൻ ലേൺ ചെയ്യാൻ തുടങ്ങി. അതോടുകൂടി അവൻ പറയാണ് സ്കൂളിൽ ഇത്രയും റിച്ച് വെറൈറ്റീസ് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ളത്. നെക്സ്റ്റ്, in the beginning, the narrator uses I to refer to himself. Later he changes to we. What do you think is the reason for the shift? അതായത് ഈ ഒരു സ്റ്റോറിയുടെ തുടക്കത്തിൽ നരേറ്റർ ഐ എന്ന് പറഞ്ഞിട്ടാണ് നരേറ്ററെ അഭിസംബോധന ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ആ ഒരു ഐ മാറി വി ആയി. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, വി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ, പിന്നീട് ഞങ്ങളിലേക്ക് എത്തി. വാട്ട് ഡു യു തിങ്ക് ഇസ് ദ റീസൺ ഫോർ ദിസ് ഷിഫ്റ്റ്? അപ്പം നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ഈ ഒരു ഐയിൽ നിന്ന് വിയിലേക്ക് എത്താനുള്ള കാരണം എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്? In the beginning, the narrator uses I because he reached the school alone, but after mingling with other students, he forgot about his loneliness and got new friends and some sweethearts. So loneliness from I changed to gatherness of we. ഈ സ്റ്റോറിയുടെ തുടക്കത്തിൽ നരേറ്റർ അഭിസംബോധന ചെയ്യാൻ ഐ എന്നാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം നരേറ്റർ സ്കൂളിലെത്തിയത് ഒറ്റക്കായിരുന്നു. ആരുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. അവിടെ കാണുന്ന ഫ്രണ്ട്സിനൊന്നും നരേറ്റർക്ക് അറിയില്ല, നരേറ്ററെയും അറിയില്ല. അങ്ങനൊരു അവസ്ഥയായിരുന്നു. പിന്നീട് അവൻ അവിടെയുള്ള ഫ്രണ്ട്സിനോടൊക്കെ മിങ്കിളായി. അങ്ങനെ ആ ഒരു ലോൺലിനെസ് അവന് ഇല്ലാതായി. ആ ഒരു ഐ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലോൺലിനെസ്സിൽ നിന്ന് അവൻ പിന്നീട് വി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഗ്യാദർനെസ്സിലേക്ക്, എല്ലാവരുമായിട്ട് മിങ്കിളായി ആ ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് അവൻ മാറുകയാണ് ചെയ്യുന്നത്. വാട്ട് ആർ ദ ചലഞ്ചസ് ആൻഡ് ഡിഫിക്കൽട്ടീസ് ദ നരേറ്റർ എൻകൗണ്ടേഴ്സ് അറ്റ് സ്കൂൾ? എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് അല്ലെങ്കിൽ എന്തൊക്കെ ചലഞ്ചസുകളാണ് നരേറ്റർ സ്കൂളിലേക്ക് എത്തിയ സമയത്ത് നേരിടേണ്ടി വന്നിട്ടുള്ളത്? They did not find it as totally sweet and unclouded. അതായത് അവർ സ്കൂൾ എന്ന് പറയുന്നത് റിച്ച് വെറൈറ്റി മാത്രമായിരുന്നില്ല, അതായത് സ്വീറ്റ് ആൻഡ് അൺക്ലൗഡഡ് മാത്രമായിരുന്നില്ല. ദേ ഫേസ്ഡ് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ്. അവർക്കിടയിൽ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. ഡെസ്ലാഡൻ വിൻസ് ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ആക്സിഡൻസ് കുഡ് ഹാപ്പൻ. റിവാൽറീസ് കുഡ് ബ്രിങ് അബൌട്ട് പെയിൻ ആൻഡ് ഹേറ്റഡ് ആൻഡ് ഗിവൻ റൈസ് ടു ഫൈറ്റിംഗ്. ദ വുമൻ സംടൈംസ് സ്മൈൽ, സംടൈംസ് കൗൾ ആൻഡ് സ്കോൾഡ്. അതായത് നരേറ്ററെ സംബന്ധിച്ചിടത്തോളം ഫുള്ളി സ്വീറ്റ് ആൻഡ് അൺക്ലൗഡഡ് ആയിരുന്നില്ല അവർ സ്കൂളിൽ എത്തിയ സമയത്ത്. ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു ഡെസ്ലാഡൻ വിൻസ്, ചുഴലിക്കാറ്റ്, അതായത് പൊടിക്കാറ്റ് വരികയും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആക്സിഡൻറ്റ്സ് സംഭവിക്കുകയൊക്കെ ചെയ്തത്. അതുപോലെ റിവാൽറീസ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കിടയിൽ മത്സരങ്ങൾ ഉണ്ടായി. അതുമൂലം അവർക്കിടയിൽ പെയിനും
ഹേറ്റ്രഡ്, കുട്ടികൾക്കിടയിൽ വെറുപ്പ് വരാൻ തുടങ്ങി, അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ദ വുമൻ സംടൈംസ് സ്മൈൽ സംടൈംസ് കോൾ ആൻഡ് സ്കോൾഡ്. അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ, അതോറിറ്റിയിലുള്ള ഒരു വുമൻ, സ്കൂളിലെ അതോറിറ്റിയിലുള്ള വുമൻ, അവർ ചില സമയത്ത് ചിരിക്കും, ചില സമയത്ത് അവർ കുട്ടികളെയൊക്കെ പുച്ഛിക്കും, ചില സമയത്ത് വഴക്ക് പറയും. അങ്ങനെ നല്ലൊരു കണ്ടീഷൻ ആയിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. Next, it's a long time since we last met. How are you? Who says this? How does this encounter help the narrator understand the changes around him? ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഈ ഒരു പ്രസ്താവന ആരാണ് പറഞ്ഞത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്താണ് ആ പ്രസ്താവന? ഇറ്റ്സ് എ ലോങ് ടൈം സിൻസ് വി ലാസ്റ്റ് മെറ്റ്. ഒരുപാട് കാലമായി നമ്മൾ അവസാനമായിട്ട് നമ്മൾ കണ്ടുമുട്ടിയിട്ട് ഒരുപാട് കാലമായി. ഹൗ ആർ യു എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് ആരാണ് പറഞ്ഞത്? ഹൗ ഡസ് ദിസ് എൻകൗണ്ടർ ഹെൽപ്പ് ദ നരേറ്റർ അണ്ടർസ്റ്റാൻഡ് ദ ചേഞ്ചസ് അറൗണ്ട് ഹിം. ഈ ഒരു കണ്ടുമുട്ടൽ നരേറ്റർക്ക് ആ ഒരു മാറ്റങ്ങളെ കുറിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലായത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ആരാണ് പറഞ്ഞത്? എ മിഡിൽ ഏജ്ഡ് മാൻ സെഡ് ദിസ് വേർഡ്സ്. ഒരു മിഡിൽ ഏജ്ഡ് മാനാണ് ഈ ഒരു വാക്കുകൾ പറഞ്ഞത്. നരേറ്റർ റോഡിലൂടെ നടന്നു പോകുന്ന സമയത്ത് അദ്ദേഹം കുറുകെ വരുന്നുണ്ടായിരുന്നു, ആ ഒരു മിഡിൽ ഏജ്ഡ് മാൻ. ദിസ് വേർഡ്സ് ഇസ് അബൌട്ട് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ടു ഫ്രണ്ട്സ്. ആക്ച്വലി ഈ വേർഡ്സ് രണ്ട് ഫ്രണ്ട്സുകൾ തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. ദ ഇന്നർ മീനിങ് ഇസ് ദ സ്റ്റോറി ഹാസ് ഗോൺ ഫോർവേഡ്. ഇറ്റ് ഹാപ്പനിങ് നോട്ട് ഓൺ ദ സെയിം ഡേ വേർ ദ നരേറ്റർ ലെഫ്റ്റ് ഓൺ സ്കൂൾ ബട്ട് ആഫ്റ്റർ ഹി ബിക്കം എ മിഡിൽ ഏജ്ഡ് മാൻ ആൻഡ് നൗ ഹി ഈസ് മീറ്റിംഗ് ഹിസ് ഫ്രണ്ട് ആഫ്റ്റർ എ ലോങ് ടൈം. അതായത് ഇത് ആക്ച്വലി ഈ ഒരു വേർഡ്സ് നരേറ്റർ ആ ഒരു ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോയി വീട്ടിലേക്ക് റിട്ടേൺ ചെയ്യുന്ന ആ ഒരു സമയത്ത് നടക്കുന്നതല്ല. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നരേറ്റർ, അതായത് ആ ഒരു ബോയ് ഒരു മിഡിൽ ഏജ്ഡ് മാൻ ആയതിന് ശേഷമാണ് ഈ ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ഫ്രണ്ടിനെ കണ്ടുമുട്ടുന്നത്. അപ്പോഴാണ് അവർ കോൺവെർസേഷൻ നടത്തുന്നത്. അപ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരുപാട് ടൈം ഒരുപാട് കടന്നു പോയിട്ടുണ്ട്, ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. Next, what emotions and thoughts run through the narrator's mind as he tries to cross the street? നരേറ്റർ ആ ഒരു സ്ട്രീറ്റ് കുറുകെ കടക്കാൻ നോക്കിയ സമയത്ത്, കടക്കാൻ നോക്കിയ സമയത്ത് എന്തൊക്കെ ഇമോഷൻസ് ആൻഡ് തോട്ട്സാണ് നരേറ്ററുടെ മൈൻഡിലൂടെ കടന്നു പോയത്. വാസ് സ്ട്രീറ്റ് ലൈൻ വിത്ത് ഗാർഡൻസ്. അതായത് നരേറ്റർ കുട്ടിയായിരുന്ന സമയത്ത് സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് രണ്ട് ഭാഗത്തും ഗാർഡൻസ് ആയിരുന്നു, ഒരുപാട് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. ഡേറ്റ് പാംസ് ട്രീസ്, അതുപോലെ ഹെന്ന ട്രീസ്, പിയേഴ്സിൻ്റെ ട്രീസ്, ഇതൊക്കെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നരേറ്റർ പോകുന്ന സമയത്ത് അതൊക്കെ ഡിസപ്പിയർഡ് ആയിട്ടുണ്ട്. വാസ് ദ സ്ട്രീറ്റ് ലൈൻ വിത്ത് ഗാർഡൻസ്. ആ ഗാർഡൻസ് ഒക്കെ ഇവിടെ പോയി. ഹാഡ് ഇറ്റ് ഡിസപ്പിയർഡ് ടു. എവിടെയാണ് അപ്രത്യക്ഷമായത്? വെൻ ഡിഡ് ഓൾ ദീസ് വെഹിക്കിൾസ് ഇൻവാഡ് ഇറ്റ്. അപ്പോൾ ഒരുപാട് വാഹനങ്ങളാണ് പിന്നീട് ആ ഒരു സ്ട്രീറ്റിൽ കാണാൻ കഴിയുന്നത്. എവിടെ നിന്നാണ് ഇത്രയും വാഹനങ്ങളൊക്കെ വന്നത്? ആൻഡ് വെൻ ഡിഡ് ഓൾ ദീസ് ഹോർഡ്സ് ഓഫ് ഹ്യൂമാനിറ്റി കം ടു ലീവ് അപ്പോൺ ദിസ് സർഫേസ്. പിന്നെ ആ സ്ട്രീറ്റിൽ ഒരുപാട് ആളുകൾ കണ്ടു. ഇവരൊക്കെ എവിടെ നിന്നാണ് വന്നത്? ഹൗ ഡിഡ് ദീസ് ഹിൽസ് ഓഫ് റെഫ്യൂസ് കം ടു കവർ ഇറ്റ് സൈഡ്സ്. ഈ സ്ട്രീറ്റിൻ്റെ രണ്ട് ഭാഗത്തും ഹിൽസ് ഓഫ് റെഫ്യൂസ് എന്ന് പറഞ്ഞാൽ ഈ മാലിന്യ കൂമ്പാരങ്ങൾ, മാലിന്യ കൂനകൾ നിറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് വന്നത്? ആൻഡ് വേർ ദ ഫീൽഡ്സ് ദാറ്റ് ബോർഡേർഡ് ഇറ്റ്. അതായത് ഈ സ്ട്രീറ്റിൻ്റെ രണ്ട് ഭാഗത്തും വയലുകൾ ഉണ്ടായിരുന്നു കൃഷി ചെയ്തിട്ടുള്ള, അതൊക്കെ ഡിസപ്പിയർഡ് ആയിട്ടുണ്ട്. അതൊക്കെ എവിടെ പോയി എന്നുള്ള ഒരുപാട് തോട്ട്സ് ആൻഡ് ഇമോഷൻസാണ് നരേറ്ററിൻ്റെ മൈൻഡിലൂടെ കടന്നു പോയത്. നെക്സ്റ്റ്, ഈസ് ദിസ് സ്റ്റോറി അബൌട്ട് ഹാഫ് എ ഡേ ഓർ ഓൾമോസ്റ്റ് എ ഹോൾ ലൈഫ്? ഗിവ് റീസൺസ് ടു സപ്പോർട്ട് യുവർ ആൻസർ. ഈ ഒരു സ്റ്റോറി ഹാഫ് എ ഡേ എന്ന് പറഞ്ഞിട്ടുള്ള നെഗേവ് മർഫേഴ്സിൻ്റെ ഈ ഒരു സ്റ്റോറി ഒരു ഹാഫ് എ ഡേ മാത്രമാണോ ചിത്രീകരിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു ഹോൾ ലൈഫാണോ ചിത്രീകരിച്ചിട്ടുള്ളത്? അതായത് ഒരു ജീവിതം മുഴുവനാണോ ചിത്രീകരിച്ചിട്ടുള്ളത്? നിങ്ങളുടെ റീസൺ, അതായത് നിങ്ങളതിനെ സപ്പോർട്ട് ചെയ്യുന്നതിനുള്ള ഒരു റീസൺ പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് വാസ് നോട്ട് എ ഹാഫ് എ ഡേ സ്റ്റോറി, ഇറ്റ്സ് അബൌട്ട് എ ഹോൾ ലൈഫ് സ്റ്റോറി.
because while starting the story it's about a small child and ended up with the grandfather who seeks help from a child. While returning to home in the side of a road, he found a middle-aged man. Time had moved a lot. ഇതൊരു ഹാഫ് എ ഡേ സ്റ്റോറി അല്ല, ഇതൊരു ഹോൾ സ്റ്റോറിയാണ്. അതായത് ഒരാളുടെ മുഴുവൻ ജീവിതമാണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അതായത് ഈ സ്റ്റോറിയുടെ തുടക്കത്തിൽ നമുക്ക് കാണാൻ കഴിയും ഒരു ചെറിയ കുട്ടി സ്കൂളിലേക്ക് വരുന്നത്. പിന്നീട് ഈ ഒരു സ്റ്റോറി അവസാനിക്കുന്നത് ഒരു ഗ്രാൻഡ് ഫാദർ റോഡ് മുറിച്ച് കടക്കാൻ ട്രൈ ചെയ്യുന്ന സമയത്ത് ഒരു പയ്യൻ വന്നിട്ട് സഹായിക്കുന്നതാണ്. പിന്നീട് നമുക്ക് മനസ്സിലാക്കാം ഈ നരേറ്റർ റോഡിലൂടെ നടന്ന് പോകുമ്പോൾ കുറുകെ ഒരു മിഡിൽ ഏജ്ഡ് മാനെ കണ്ടെത്തുന്നത്, അവർ കോൺവെർസേഷൻ നടത്തുന്നത്. അപ്പോൾ ഒരു ഹോൾ ലൈഫാണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്, അല്ലാതെ ഒരു ഹാഫ് എ ഡേ അല്ല. ഇവിടെ ഒരുപാട് ടൈം ഹാഡ് മൂഡ് എ ലോട്ട്, ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്, ടൈം ഒരുപാട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, താങ്ക് യു.